നമസ്കാരം. മുഖ്യമന്ത്രി വീടിയെങ്കിൽ ഷാഫി പ്രസിഡന്റ്. കെ സിയുടെ പുതിയ തന്ത്രം ഷാഫിയിലൂടെ. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ ഹൈക്കമാൻഡിന് മുന്നിൽ അടുത്ത തലവേദന വരുന്നു. പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ KPCCയും പുനഃസംഘടിപ്പിക്കുവാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനം എത്തിയിരിക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നിലധികം പേർ അവകാശവാദം ഉന്നയിച്ചതുപോലെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്കും ഒന്നിലധികം പേരുകൾ വന്നിട്ടുള്ളതാണ് ഹൈക്കമാൻഡിന് മുന്നിൽ വലിയ തലവേദന സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിനിടെ മുതിർന്ന നേതാവും MPയുമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് KPCC അധ്യക്ഷ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. തന്റെ അനുഭവ സമ്പത്ത് പരിഗണിക്കണമെന്നും മുൻപ് പല ഘട്ടങ്ങളിലും അധ്യക്ഷ സ്ഥാനം തനിക്ക് നഷ്ടപ്പെട്ടതാണ് എന്നും കൊടിക്കുന്നിൽ സുരേഷ് ഖാർഗെയെ അറിയിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള പരിചയസമ്പന്നനായ നേതാവ് എന്ന നിലയിൽ അങ്ങനെ തന്നെ പരിഗണിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനവും ഉറപ്പാണ്. അപ്പോൾ ഈ നിലയ്ക്ക് അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം തുടരില്ല. അതിനാൽ സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെയാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്കൊപ്പം തന്നെ KPCC അധ്യക്ഷ സ്ഥാന ചർച്ച കൂടി വന്നതോടുകൂടി അതിൽ പിടിമുറുക്കുവാനുള്ള ശ്രമത്തിലാണ് KC വേണുഗോപാൽ പക്ഷം. MLAമാരുടെ പിന്തുണയും പാർട്ടിയിലെ പിന്തുണയും എല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിന് അനുകൂല ഘടകമാണല്ലോ ഇപ്പോൾ. എന്നാൽ ഘടകകക്ഷികളും പാർട്ടി പ്രവർത്തകരും VD സതീശനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത്. മാത്രമല്ല KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ 2 ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് നടക്കും. ഈ സാഹചര്യം കോൺഗ്രസിന് അണികൾക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും വിശദീകരിക്കേണ്ടി വരും. അതിനാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുവാനുള്ള സാധ്യത കുറയുന്നതായിട്ടാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. എന്നാൽ ആവശ്യത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് KC പക്ഷത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഏതെങ്കിലും സാഹചര്യത്തിൽ KC വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടാൽ സംസ്ഥാന നേതൃത്വത്തിൽ പിടിമുറുക്കുവാനുള്ള അടുത്ത ശ്രമമാണ് KC തുടങ്ങിയിരിക്കുന്നത്. നിലവിൽ ജയിച്ച് ഭൂരിപക്ഷം MLAമാരും KC വേണുഗോപാലിനൊപ്പമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല. എങ്കിലും അങ്ങനെയാണ് കരുതപ്പെടുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടാൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്റെ നോമിനിയെ തിരഞ്ഞെടുക്കണമെന്ന ആവശ്യം KC മുന്നോട്ട് വെക്കും. അങ്ങനെ വന്നാൽ ഷാഫി പറമ്പിലിനെ KPCC അധ്യക്ഷനാക്കണമെന്നായിരിക്കും KCയുടെ ആവശ്യം തന്നെ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം VD സതീശന്റെ വലം കൈയായിരുന്നു ഷാഫി പറമ്പിൽ. എന്നാൽ പിന്നീട് ഷാഫിയും കൂട്ടരും VDയിൽ നിന്ന് അകന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ ആ അകൽച്ച സമ്പൂർണമായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയോടെ ഷാഫി പറമ്പിലും അനുയായികളും പൂർണ്ണമായിട്ടും KC പക്ഷത്ത് നിലയുറപ്പിച്ചു. അപ്പോൾ ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടാൽ പാർട്ടി നേതൃത്വത്തിന്റെ ചുക്കാൻ ഷാഫിയിലൂടെ കൈയാളാം എന്നാണ് KC വേണുഗോപാൽ ലക്ഷ്യമിടുന്നത്. അടുത്ത വർഷം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കാലാവധി കഴിയുന്നതോടെ AICC അധ്യക്ഷ പദവിയും KC നോട്ടമിടും. ഇതോടെ സംസ്ഥാന ദേശീയ നേതൃത്വം ഒരേ സമയം നിയന്ത്രിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് KC വേണുഗോപാൽ. ഷാഫിയെ അധ്യക്ഷനാക്കുന്നതിൽ പാർട്ടി അണികൾക്കിടയിലും എതിർപ്പ് വരാൻ സാധ്യതയില്ല എന്ന കണക്കുകൂട്ടലിലാണ് KC വേണുഗോപാൽ. ഷാഫി പറമ്പിലിനെ കൂടാതെ ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി എന്നിവരും അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. KC വേണുഗോപാലിന്റെ കുരുട്ടുബുദ്ധി. AICCയിലെ അധ്യക്ഷ പദവിയും നോട്ടമിടുന്നുണ്ട്. അതേസമയം തന്നെ തന്റെ കൈക്കുമ്പിളിൽ നിൽക്കേണ്ട KPCC പദവിയെയും അദ്ദേഹം നോട്ടമിടുന്നുണ്ട്. അതായത് തനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാൾ പാർട്ടിയെയും സർക്കാരിനെയും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് എത്തണം എന്നുള്ള ചിന്തയോടുകൂടി മാത്രമാണ് KCയുടെ മുന്നോട്ട് പോക്ക്. അതായത് പാർട്ടി നേട്ടം ഉണ്ടാക്കണമെന്നോ പാർട്ടി ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വീണ്ടും അധികാരത്തിലേക്ക് എത്തണമെന്നോ വേണുഗോപാൽ എന്ന് പറയപ്പെടുന്ന ആളിനില്ല. പകരം തന്റെ കൈക്കുള്ളിൽ തന്റെ പിടിക്കുള്ളിൽ പാർട്ടി ഒതുങ്ങണമെന്നും ഒപ്പം തന്നെ തനിക്ക് അധികാര കേന്ദ്രങ്ങളിൽ സ്ഥാനം വേണമെന്നും മാത്രം ആഗ്രഹിക്കുന്ന ഒരു സ്വാർത്ഥനായി മാറുന്ന കാഴ്ചയാണ് KC വേണുഗോപാലിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ KPCC പ്രസിഡന്റ് ആക്കുന്നതിന് ഷാഫി പറമ്പലിനെ കച്ച കെട്ടുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഒരു തരത്തിലും KCയുടെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രി പദവി പോകാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കും. ആ 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അത് ജനങ്ങളോട് വിശദീകരിക്കേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട്. 2 ഉപതെരഞ്ഞെടുപ്പുകളും 2ലും, അതായത് ഒരെണ്ണം നടക്കപ്പെടുന്നത് ആലപ്പുഴയിൽ തന്നെയായിരിക്കും. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മാറുമ്പോൾ അവിടെ ലോക്സഭാ ഇലക്ഷൻ വരും. മറ്റൊന്ന് ഈ വേണുഗോപാലിന് വേണ്ടി മത്സരത്തിൽ നിന്ന് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്ന ഏതെങ്കിലും ഒരു MLA മാറിക്കൊടുക്കേണ്ടി വരും. അത് ഇരിക്കൂറിലെ MLA ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2ഇടത്തും ഒരേ സമയത്തിന് ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ വരും 6 മാസത്തിനകത്ത്. അങ്ങനെ നടക്കുകയാണെങ്കിൽ 2ഇടത്തും കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള കോൺഗ്രസും ഒപ്പം തന്നെ UDFും KC വേണുഗോപാലിനെ തോൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധ്യത മാത്രമാണ് ഇപ്പോൾ KCക്ക് അനുകൂലമല്ലാത്ത ഘടകം. ബാക്കിയെല്ലാം, അതായത് രാഹുൽ മോന്റെ പിന്തുണയുണ്ട്, സോണിയ അമ്മയുടെ പിന്തുണയുണ്ട്, ബാക്കി ഇവിടുന്ന് പോയിട്ടുള്ള എല്ലാ നേതാക്കന്മാരുടെയും പിന്തുണ ഈ പറയുന്ന KC വേണുഗോപാലുണ്ട്. പിന്നെ 40ഓളം MLAമാരുടെ പിന്തുണയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞറിയിക്കുന്നത്. പക്ഷേ
ജനപിന്തുണയില്ലാത്ത, ജനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു നേതാവിനെ എന്തിനാണ് കേരളത്തിലേക്ക് കെട്ടിയിറക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ പക്ഷേ കോൺഗ്രസും UDF-ഉം ഒക്കെ ഉത്തരം പറയേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ എത്തുകയാണ് എങ്കിൽ ഷാഫിയെ KPCCയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടെത്തിക്കും KC വേണുഗോപാൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അത് KCയുടെ ഒരു പുതിയ തന്ത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.